എന്നാലും ആ കുട്ടൻ എന്ന് പറയുന്ന ആൾ എന്തോ ഒരു വൃത്തികൾ കാണിച്ചത്. ഇത്രയും പൊടിപ്പിള്ളാരുള്ള വീട്ടിൽ ഒന്നുമില്ലാതെ കൈയും വീശി കയറി വന്നത്. റൊണാൾഡോങ്കില് നാണക്കേടാണ് വീട്ടിൽ കയറി വന്ന ഒരു പലഹാരം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അത് നീ ദുബായിലുള്ള സീഡ്സിന്റെ രുചി അറിയാൻ വയ്യാത്തോണ്ടാണ്. നീ ഇവിടുത്തെ ഊത്തപ്പം പഴകഞ്ഞി കഞ്ഞോളം അല്ലേ കഴിച്ചിട്ടുള്ളൂ. അതിന്റെ രുചി അറിഞ്ഞ് നമുക്ക് അവിടുന്ന് ഒരാൾ വരുമ്പോ ആദ്യമേ നാവിൽ വരുന്ന അതാ. എന്നാലും അത് വിടത് നിനക്ക് നാണോന്ന് പറഞ്ഞില്ലടാ, എന്നിട്ട് പോയേടാ. പിന്നല്ല കരയുന്നവൻ കൊതി കിടക്കുമ്പോ അങ്ങനെ കളയാൻ പറ്റും. ഞാൻ മേടിച്ചുതരാം മുട്ടായി. ദുബായ് മിഠായി? ദുബായ് അല്ല, ദുബായ് ആണ്, ദുബായ് അല്ല. മുത്തേ, കുട്ടൻ ചേട്ടൻ കൊണ്ടുവന്ന മിഠായി. കൊറേ നേരം അങ്ങേര് ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞ് മുത്ത് എന്തൊക്കെയാ അവിടെ പറഞ്ഞെന്നറിയാവോ? ഞാനോ? അല്ല ഞാന്. മാമിക്കറിയാലോ. പിന്നെ ഇത്രയും പറഞ്ഞിട്ടാ മുട്ടായിക്കകത്ത കൈയിടാൻ നാണകം. എന്നാ വേണ്ട, ഫുള്ള് കഴിച്ചോ. എന്ത് പറഞ്ഞ ചേട്ടൻ വന്നിട്ട്? വിശേഷങ്ങൾ പറഞ്ഞു, അവിടുത്തെ വിശേഷവും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോയി. ആ ചേട്ടന്റെ ഭാര്യയുടെ ഫോട്ടോ കാണിച്ചു തന്നു ചേച്ചി. കാണിച്ചു തന്നു. അയ്യോ, ജീൻസ് ഒക്കെ ഇട്ടിട്ട് എന്ത് രസം കാണാനായിട്ട്. എന്ത് നല്ല പ്രായം കുറഞ്ഞിരിക്കുന്നു. ആ ചേട്ടൻ മോളാന്ന് പറയും. ജീൻസ് ഒക്കെ ഇട്ടാ നമ്മളും അതുപോലെയൊക്കെ തന്നെ. ചേച്ചി ആ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ജീൻസ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നണു ചേച്ചി. നിനക്കാ ഈ പ്രായത്തിലാ? ജീൻസിന് എവിടെ പ്രായം? ജീൻസിന് പ്രായമില്ല, പക്ഷെ നിനക്ക് നല്ല പ്രായമുണ്ട്. നീ ജീൻസ് മേടിച്ചിട്ട് നീ ഇട്ട പൊള്ളിയ ആണല്ലേ? അച്ഛാ, അത് കാരണം ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു ജീൻസ് ഓർഡർ ചെയ്തു. അപ്പൊ അവനെന്ത് പറഞ്ഞു? പറഞ്ഞൊന്നുമില്ല. ഇനി ഇത്ര പറയാനായിട്ട് അവനോട് പറഞ്ഞില്ലേ? എന്ത് കാര്യം കിടക്കുന്നു എന്റെ പൊന്നിലില്ല. നീ അവനോട് ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാ എന്ത് വരുമ്പോ പറഞ്ഞാ പോരെ ഞാനൊരു ഡ്രസ് ഓർഡർ ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാളുടെ ഇഷ്ടമാണോ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത്? അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? ഇവിടെ അവളുടെ ഭർത്താവിന്റെ അടുത്ത് ചോദിക്കണ്ടേ? പ്രത്യേകിച്ച് അവന്റെ സ്വഭാവം നിനക്കറിയാലോ. ഒരു കുഴപ്പമില്ല. എന്തായാലും ജീൻസ് ഇട്ടാൻ അടിപൊളിയായിരിക്കും. അത് കാണുമ്പോ ഏട്ടനെ ഹാപ്പി ആവും. ശരി, സമ്മതിച്ച്. നീ ജീൻസ് ഇട്ട് അടിപൊളിയാവും. നീ ഇപ്പൊ എന്തായാലും ഓർഡറും ചെയ്ത്. നീ ഇപ്പൊ അവനെ ഫോണിൽ വിളിച്ച് പറ, എനിക്കിങ്ങനെ ജീൻസ് കൊതിയാവണേട്ടാ, ഞാനൊന്ന് ഇട്ടോട്ടെ എന്ന് ചോദിച്ചു വരുമ്പോ പറഞ്ഞോളാം ചേച്ചി. ചേച്ചിക്ക് എന്താ ഇത്ര പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ല. അവസാനം തല്ലും പിടിച്ച് അടിയും പിടിയായിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് കെട്ടും കിടക്കെടുത്ത് ഇങ്ങോട്ട് വരരുത്. ഓ ചേച്ചിക്ക് അപ്പൊ ഞാൻ വഴക്കിട്ട് ഇങ്ങോട്ട് വരുന്നതാ പ്രശ്നം, അല്ലാതെ ഞാൻ ജീൻസ് ഇടുന്നതുകൊണ്ട് അസൂയ ഉണ്ടല്ല. എന്റെ തങ്ങൻ ചേട്ടത്തേക്ക് അസൂയ എന്ന് പറഞ്ഞൊരു കാര്യമേ. അതെ, നീ അതിപ്പോ എന്നെ കളിയാക്കി പറഞ്ഞോ? ഉറപ്പാണല്ലോ. സത്യം. ആ 2 കണ്ണിനകത്തും അസൂയ പൂത്തിരിക്കുന്നു. നീ ഇഷ്ടമുള്ളത് മേടിച്ചിട്ട്. ഞാൻ ഇടും. ഇപ്പൊ 80 വയസ്സുള്ള ആൾക്കാർ വരെ ഇടുന്നുണ്ട് ജീൻസ്. മാമ സുഖമായിട്ടിട്ട് ചെറുപ്പവും മിക്കവാറും റോഡെ പോകുമ്പോ ആരെങ്കിലും കല്യാണാലോചന കൊണ്ട് വരും. ഇച്ചിരി കൂടി പോയല്ലേ? ഇത്തിരി കൂടി കുറച്ച് ഇറക്കായിരുന്നു. അത്ര കുഴപ്പമൊന്നുമില്ല. ഇല്ല, പിന്നെ മാമ എന്തൊരു സീൻ ഞാൻ പുകത്തി കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് പോ. അയ്യോ, ഒട്ടും കുശുമ്പില്ലാത്ത ഒരാള്. മുന്തിരിയുടെ പൊളിപ്പ് അവിടെ കുഞ്ഞു വന്ന് വേണ പറഞ്ഞാൽ കൂടെ ഓർഡർ ചെയ്യാം. എങ്ങനെയുണ്ട് മുട്ടായി? വേണോ? ഓ വേണ്ട പോലെ വെച്ച് കട്ടിയാക്കും. എന്റേത് ഇതിലുണ്ട്, അതൊന്ന് വച്ചേക്കണേ. അല്ല പിന്നെ അതങ്ങ് തന്നെ, അതങ്ങ് തന്നെ. അല്ല, ഫ്രിഡ്ജ് വെക്കണം. ഇത് മുഴുവൻ നീ എടുത്തോ. അപ്പൊ എനിക്ക് വേണ്ടേ? നിനക്ക് ഒരെണ്ണം മതി. എന്തെങ്കിലും ഒരു ആവശ്യം വന്ന, അല്ലെങ്കിൽ അവനെ എനിക്ക് കാണുള്ളൂ എന്നെ സഹായിക്കാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. പറയട്ടെ, അതിന് ശേഷം പറഞ്ഞാലും. എടുത്തോ ബാക്കി. ഇനി ഇത് കഴിക്കാം.